സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് വലിയ ചലനമാണ് സൃഷ്ടിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇടയിലാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി. കൂടാരം വിട്ട് കോൺഗ്രസിന് കൈകൊടുത്തത്. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പാലക്കാട് നഗരസഭയിലടക്കം വലിയ രീതിയിലുള്ള വോട്ട് വിഹിതമാണ് ബി.ജെ.പിക്ക് നഷ്ടമായത്. എന്തായാലും പാലക്കാട് കോൺഗ്രസിനെ വരും നാളുകളിൽ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് സന്ദീപ് എന്ന് കോൺഗ്രസ് നേതാക്കൾ അടിവരയിട്ട് പറയുന്നുണ്ട്. രാജ്യത്തോ സംസ്ഥാനത്തോ എന്തിന് പാലക്കാട് നഗരസഭയിൽ പോലും ഭരണത്തിൽ ഇല്ലാത്ത കോൺഗ്രസിന് കൈ കൊടുത്തത് അധികാരമോഹം കൊണ്ടാണെന്ന് പറയുന്നവരെ കണക്കിന് വിമർശിക്കുകയാണ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടം. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ് രാഹുൽ പറഞ്ഞത്. പാലക്കാട് നിന്ന് കോൺഗ്രസിലെത്തുന്ന അവസാന ആളല്ല സന്ദീപ് വാര്യർ എന്നും കോൺഗ്രസിലെത്തുന്ന അവസാന ആളല്ല സന്ദീപ് എന്നും വരും ദിവസങ്ങൾ ചില വലിയ നേതാക്കൾ പാലക്കാട് നിന്ന് കോൺഗ്രസിന് കൈ കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. എന്തായാലും സന്ദീപിനെ കുറിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് കേൾക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനിയും ഒരു പദവിയുമില്ലാത്ത എത്രയോ തിരുവനന്തപുരംകാര് സ്വന്തം പണം മുടക്കി റൂമൊന്നും എടുത്തു കൊടുത്തിട്ടില്ല. മറ്റേ നീലപ്പെട്ടി പണം ഉണ്ടെന്ന് CPM-കാരും BJP-ക്കാരും പറഞ്ഞാലും കോൺഗ്രസ്സുകാർ വിശ്വസിക്കത്തില്ല. കാരണം മുറി പോലും എടുത്തത് സ്വന്തം പൈസക്കാണെന്ന് അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ സ്നേഹം. അത് മാത്രമല്ലല്ലോ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നോട് ഇങ്ങോട്ട് വരുമ്പം ഒരു മാധ്യമ പ്രവർത്തകൻ പറയായിരുന്നു, കഴിഞ്ഞ 2 തിരുവനന്തപുരം യാത്ര ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കണക്ട് ആയില്ല. ഞാൻ പറഞ്ഞു എന്താ, ആ 2 തിരുവനന്തപുരം യാത്രയും വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയത്. കാരണം അവസാനമായിട്ടുള്ള 2 തിരുവനന്തപുരം യാത്രയിൽ ഞാൻ പിന്നെ നേരെ ജയിലിലേക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവനന്തപുരം യാത്രയായിരുന്നു. അപ്പൊ ജയിലിലേക്കൊക്കെ പോകുമ്പം എന്തോരം കോൺട്രിബ്യൂഷനാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്. നമ്മള് സന്ദീപേട്ട ഉടുക്കുന്ന കൈലി തൊട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടേതാണ് സംഭാവനകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ശ്രീ സന്ദീപ് വാര്യരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല, ആവശ്യം തന്നെ ഇല്ല. അപ്പോ ശ്രീ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വരുമ്പോ പല കോണിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആ ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പ്രസ്ഥാനം നമ്മളുമെല്ലാം പറഞ്ഞിരുന്ന കാര്യമുണ്ട്. അപ്പോൾ ശ്രീ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല നിലപാടുകളല്ല, ആ പൂർവ്വകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ആ നിലപാടുകൾ തിരുത്തി മതേതരത്വത്തിന്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ, അപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്നുടനെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത് രണ്ടാമതൊരാളുടെ പിന്തുണയില്ലെന്ന്. അതെന്താന്നൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞു, രണ്ടാമതൊരാളുടെ വേണ്ട, ഒറ്റൊരാളുണ്ടല്ലോ. വർഗീയതയുടെ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതരത്വത്തിന്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മളും പ്രസ്ഥാനവും എടുത്തത്. ഒരു കാര്യം ഞാൻ അങ്ങനെ സസ്പെൻസ് ഒന്നും ഇടുകയല്ല. ശ്രീ സന്ദീപ് ആ വരവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന ഉറപ്പ് പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വരവിന്റെ ഭാഗമായി 2025 ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി UDF ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ അല്ലേ, നിന്ന് നിപ്പി പോയ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ. ഇത് ശ്രീ സന്ദീപ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി, രാജ്യത്ത് ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത, സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്ത, ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിലില്ലാത്ത പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല, അത് ആശയപരമായ ദൃഢത കൊണ്ടാണ് എന്നുള്ള ബോധ്യം നമുക്ക്. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ സെൽഫ് ട്രോളായിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയം. അദ്ദേഹം പറഞ്ഞു, ഒരു തിരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അതിനകത്തൊരു വലിയ രാഷ്ട്രീയം. അദ്ദേഹം തമാശ രൂപേണാണ് പറഞ്ഞതെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ BJP-ക്ക് വോട്ട് ചെയ്യുവാൻ അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് വാര്യരെ പോലെ BJP-ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി
മതേതര ശരിക്കൊപ്പം നിലപാടെടുത്തത് കൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത്. അതിന്റെ ടോർച്ച് ബെയറർ ആയിരുന്നു ശ്രീ സന്ദീപ് വാര്യർ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയും. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, പദവി നോക്കണ്ട. ശ്രീ സന്ദീപ് വാര്യർ BJP-യിൽ വഹിച്ച പദവി എന്താണെന്ന് നോക്കണ്ട. ഒരു കാര്യം പറയാം, അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരു അങ്ങാടിയിൽ ഇറങ്ങി നിന്ന 4 പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ എന്നുള്ളതുകൊണ്ട് അത് നമുക്കൊരു അസറ്റാണ്. അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇനി കറണ്ട് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു KSU പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ഇന്ന് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിന്റെ ഭാഗമായി പാലക്കാട് ജനത നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകളില്ലാത്ത നിർലോഭമായ പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി പോകും. ഒന്നും നന്ദിയില്ലെന്നല്ല, സ്നേഹാഭിവാദ്യങ്ങൾ, ആ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് ഇപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു നിയമസഭാ സാമാജികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വിൻസെന്റേറ്റിനൊക്കെ ഉണ്ട്, എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം. ഇനിയും പ്രസിഡന്റ് നമ്മള് അടുത്ത ഇതുപോലൊരു സ്വീകരണം എന്ന് പറയുന്നത് 2026 ഒരു 8-10 UDF-ന്റെ MLA-മാർക്ക് കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ പന്തലിൽ നടത്തണം, വലിയ സ്വീകരണം നടത്തണം. ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസുകാരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.